അവതരിപ്പിക്കുന്നു കരുണയുടെ മുഖം. കള്ളൻ കള്ളൻ ഓടിവായോ, കള്ളൻ കള്ളൻ നിക്കണോടെ നിക്കാൻ. അയ്യോ എന്താ, ഞാനൊന്നും എടുത്തില്ല, എന്നെ തല്ലല്ലേ. അത് ഞാൻ കഴിച്ചു ചേട്ടാ. കഴിച്ചെന്നോ? എന്നാൽ ഇനി കാശിലാടാ. കാശ് എന്റെ ഇല്ല ചേട്ടാ. കാശിലെന്നോ? എന്നാ നീ പോവണ്ടാ. അമ്മ അവിടെ നിന്നേ. എന്താ ചേട്ടാ പ്രശ്നം? ഇവരെ ഇവൻ കുറെ നേരെ കടയിലൊന്ന് പലഹാരം ചോദിക്കണു. ചോദിച്ചപ്പോ കയ്യിൽ കാശില്ലെന്ന്. എനിക്ക് അപ്പോഴും തോന്നി ഇവൻ ആരും ശരിയല്ലെന്ന്. എവിടെയാ അടിച്ചു മാറ്റിയ സാധനം? എടുക്കണേ ഇങ്ങോട്ട്. എന്റെ ഇല്ല ചേട്ടാ, ഞാനത് കഴിച്ചു പോയി. ആണില്ലടാ മോഷ്ടിച്ച് തിന്നാൻ. വിശന്നിട്ടാ ചേട്ടാ, ഒരാഴ്ച വല്ലതും കഴിച്ചിട്ട്. ഇവരോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഇവന്റെ സഞ്ചി പരിശോധിക്കേ ചേട്ടാ. അതിനകത്തൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ കഴിച്ചു പോയി. ഞങ്ങളും നോക്കട്ടാ. ഇതെന്താത്? മഞ്ഞപ്പൊടി മുളക് കൂടിയാ? ഇതെന്താ മൊബൈലിലെ ചാർജറോ? അത് വഴിയെ കിടന്ന് കിട്ടിയതാ ചേട്ടാ. ആ ഇതിരിക്കട്ടെ, എന്റെ ചാർജർ കംപ്ലൈന്റാ. മോനെ, അമ്മയ്ക്ക് വയ്യടാ, നമുക്ക് പോകാം. നാട്ടങ്ങി എനിക്ക് കളെ. ഇത്തിരി വൈകി ചെന്ന് വെച്ച് ഡോക്ടർ എങ്ങോട്ട് പോകില്ല. പക്ഷെ ഇവനെ ഇപ്പൊ വിട്ടാ പിന്നെ കിട്ടില്ല. ആടാ, ഇവിടെ ഞങ്ങളൊരു കള്ളനെ പിടിച്ചു. ഫ്രീ ആണെങ്കിലും പാടാ, 2 കൊടുത്തിട്ട് പോ. അതൊരു രസമല്ല. ഓക്കെ ഞങ്ങളെ പോലെ കുറച്ച് മാന്യന്മാരിവിടെ കാവൽക്കാരോടൊപ്പം ഒരു കള്ളന്മാരിവിടെ ജീവിക്കില്ലടാ, അല്ലടാ? ഓ പിന്നല്ലാതെ. തോമസ് ഏട്ടാ, ഒന്ന് നേരെ പിടിച്ചേ, ഒരു സെൽഫി എടുക്കട്ടെ. അവനെ വിട്ടേക്കടാ, നമുക്ക് പോകാം. തള്ളേ, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, അത്രയ്ക്ക് ധൃതിയാണല്ലേ, അവൻ ഒറ്റയ്ക്ക് പൊക്കോ. എന്താ മോനെ ഇത്? അവനൊരു പാവല്ലേ, അവനെ വിട്ടേക്ക്. ഒന്ന് മാറിക്ക് തള്ളേ. ഇനിമേലെ ഇവനീ പണി ചെയ്ത് പോലീസിനെ വിളിച്ചേക്ക്. വേണ്ട ഏട്ടാ, വിട്ടേക്ക്. ഈ മാതിരി കേസൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നോ പിന്നെ വലിയ പൊല്ലാപ്പാവും. ആ അത് ശരിയാ, നല്ല അടി കൊടുത്തിട്ട് വിട്ടേക്കാം. നോക്കിക്കാ വരുന്നില്ലേ? വാ ഇങ്ങോട്ട്. മോനെ പതുക്കെ. മോനെ, നീ ഇത് എവിടെയായിരുന്നു? കഴിക്കാനെന്തെങ്കിലും വാങ്ങിച്ചോണ്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി ഞാനിവിടെ ഇരിക്കുന്നു. എനിക്ക് വിശക്കുന്നു. മോനെ, മോന്റെ മുഖത്ത് എന്ത് പറ്റി? ആകെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ. ആ അത് പിന്നെ അമ്മേ, ഞാനിവിടെ വന്നപ്പോ ഇവിടെയൊന്നും കടയില്ലായിരുന്നു. പിന്നെ അങ്ങ് ദൂരെ പോയ മേടിച്ചോണ്ട് വന്നത്. അതുകൊണ്ടാ അമ്മയ്ക്ക് ഞാൻ പലഹാരം വാങ്ങിയിട്ടുണ്ട്. ദാ അമ്മ കഴിക്കി. നീ കഴിച്ചോടാ? ആ ഞാൻ കഴിച്ചു. ഇവിടത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരമ്മ. എനിക്ക് വയറ് നിറച്ചു തന്നു. അമ്മ കഴിക്കി. ഒന്ന് വേഗം നടക്ക്. 1500 രൂപയുടെ മരുന്നാ വാങ്ങിയത്. ഒരു അസുഖമില്ല, വെറുതെ ഓരോരോ തോന്നലേ. ഇതുകൂടി കഴിക്കമ്മ. മോനും കഴിക്കി. ഇത് നിന്റെ അമ്മയാണോ? അമ്മയ്ക്ക് കൊടുക്കാനാണോ നീ മോഷ്ടിച്ചേ? അപ്പൊ നിനക്ക് പറയാമായിരുന്നില്ലേ?
പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കോ? എന്താ നിങ്ങൾ ആരും ചോദിക്കാതിരുന്നേ? വിശന്നിട്ടാണോ മോഷ്ടിച്ചെന്ന്? ഒരാഴ്ചയെ എന്റെ അമ്മയും ഞാനും വല്ലതും കഴിച്ചിട്ട്. പണിക്ക് പോവാൻ മടിയായിട്ടില്ല. എന്റെ ഹൃദയത്തിന് ഒരു തകരാറ്, അതുകൊണ്ടാ ഞാൻ. പക്ഷെ എന്റെ സുഖമില്ലാത്ത അമ്മ പട്ടിണിക്കിട്ട് കൊല്ലാൻ പറ്റൂ? വലിയ ജീവിതമൊന്നല്ലെങ്കിലും മനോഹരമായ ഈ ഭൂമിയിൽ എനിക്ക് ജനിക്കാൻ അവസരം തന്നത് എന്റെ അമ്മയല്ലേ? താനെന്നോട് ക്ഷമിക്കണം. താനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ ഹൃദയത്തെ കുറിച്ച് ഓർത്ത് സാറ് വിഷമിക്കണ്ട. അതിനൊന്നും സംഭവിക്കില്ല. കാരണം അതിനകത്ത് എന്റെ അമ്മയുണ്ട്. എന്റെ അമ്മ മാത്രം. പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്. ദേഷ്യം, പെട്ടെന്നുള്ള ദേഷ്യം അല്ലേ? അങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ സാറേ? ഹൃദയത്തില് കരുണയില്ലാത്തോണ്ടാ. എല്ലാ തെറ്റും ക്ഷമിക്കുന്ന ആളല്ല അമ്മ. അമ്മ എങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വെക്കും സാറേ? അപ്പോ എല്ലാവരെയും മക്കളായിട്ട് കാണാൻ പറ്റും. എല്ലാവരുടെയും തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കാനും പറ്റും.